വരെ നമസ്കാരം. നമുക്കിന്നേ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം ഈ മദ്യത്തെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മദ്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ എന്തായാലും ഈ മദ്യം, മയക്കുമരുന്ന് ഇത് രണ്ടും ഒരേ തുല്യമായിട്ടുള്ള അപകടകാരികളാണ്. മദ്യം സർക്കാർ കൊടുക്കുമ്പോൾ അത് അമൃതമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. മയക്കുമരുന്ന് ബ്ലാക്കിൽ വിൽക്കുമ്പോൾ അത് മോശപ്പെട്ട ഒരു കാര്യമൊന്നും. രണ്ടും ഒരേപോലെ അപകടകരമാണ്. ഒരിക്കലും അത് ഈ നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ ഇത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനമാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യമായിരിക്കേണ്ടത്. സാമൂഹ്യ വിപത്താണത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം വീര്യം കുറഞ്ഞത് നമ്മുടെ കുട്ടികൾ കുടിക്കും. അത് കഴിഞ്ഞ് കുറേശ്ശെ വീര്യം കൂടിയത് കുടിച്ചു തുടങ്ങും. അപ്പൊ മുഴു കുടിയന്മാരാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ സർക്കാർ ഒരു തത്വദീക്ഷ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെറിയ ചെറിയ ഡോസിൽ കുടിക്കുകയും പിന്നീട് വീര്യം കൂടി മദ്യം അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിപ്പോ കുടിക്കാത്തവരെയും കുടിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യാനും സർക്കാർ ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. LDF സർക്കാർ പിന്തുടരുന്ന അതേ LDF ഒപ്പുവെച്ചു. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് തുടരുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. LDF ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെ തിരസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങളാണ് സ്വീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും മദ്യപാനാസക്തി കൂടിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും മദ്യപാനാസക്തി കൂടെയാണ്. ആ കുടുംബങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ ഒരവസ്ഥയല്ല. എല്ലാ പ്രശ്നത്തിന്റെ അടിസ്ഥാന വിഷയം മദ്യം തന്നെയാണ്. എന്തെങ്കിലും കുറച്ച് കാശ് വേണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ കിട്ടണ്ടാവും. പക്ഷെ അതിൽ കൂടുതൽ കാശ് ഈ കൊള്ളയടിക്കുകയും സമാധാനം നഷ്ടപ്പെടുകയും കുടുംബത്ത് സമാധാനം ഇല്ലാത്തൊരവസ്ഥയും ഭാര്യ തല്ലുകയും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അത് മാത്രമല്ല, ആരോഗ്യമുള്ള ജനതയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരോഗ്യമില്ലാത്ത ജനതയെ സൃഷ്ടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലുകൾ കൂടുതലായിട്ട് ചെയ്യുക. തലതിരിഞ്ഞ വികലമായിട്ടുള്ള നയസമീപനമാണ് പിന്തുടരുന്നത്. മദ്യം തലമുറകളെ തന്നെ ഇല്ലാതാക്കിയാണ് ശരിക്കും. തലമുറകളെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഒരേപോലെ അപകടം എന്ന് പറഞ്ഞു സമ്പൂർണ്ണ മദ്യനിരോധനം അല്ലാതെ മറ്റൊരു വഴിയില്ല. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നറിയാമോ? കേരളം പോലെയുള്ള സ്ഥലത്ത് മദ്യം ഒരിക്കലും അനുയോജ്യമല്ല. ഇതൊരു ഉഷ്ണമേഖല പ്രദേശമാണ്. ശൈത്യമേഖല പ്രദേശത്ത് വേണമെന്നുണ്ടെങ്കിൽ മദ്യമാവാം. പക്ഷെ ഉഷ്ണമേഖല പ്രദേശത്ത് മദ്യം കുടിക്കുന്തോറും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മദ്യം തലമുറകളെ ഇല്ലാതാക്കുന്നു. ഇപ്പൊ നിലവിൽ നമുക്കറിയാം എല്ലാം ഇല്ലാതായി അലമുറകളായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ മനസ്സിലാക്കുക. അലമുറകൾ മാത്രമാണ് ഇന്ന് അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സമാധാന അന്തരീക്ഷം നമുക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. എന്തായാലും അടിയന്തരമായിട്ട് സമ്പൂർണ്ണ മദ്യനിരോധനം തന്നെയാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ സമിതി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനുള്ളത്. വൺ സ്ട്രഗിൾ മീഡിയ, ശിവദാസൻ നന്ദിയാട്ട്. ഓക്കെ, താങ്ക് യു.